ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. KL 16 64 74 ഇരിഞ്ഞാലക്കുട വണ്ടിയാണ്. ഇതിലിപ്പോൾ നമ്മൾ ആക്സസറീസ് കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ടെസ്റ്റിനുള്ള വണ്ടിയാണ്. വണ്ടി വന്നിട്ട് ഏകദേശം ഒരു 6-7 മാസത്തോളമായി. നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഇതിൻ്റെ തിരക്കും കൂടെ ആയപ്പോൾ ഒരു മാസം കൂടെ ഡിലേ ആയി. ഒരു 4 മാസത്തിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞു. പക്ഷേങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കോളേജിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വർക്ക് ഉണ്ട്. നമ്മൾ എത്ര തന്നെ ഫിനിഷ് ചെയ്താലും ആ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നമുക്ക് ടിങ്കറിങ്ങും പെയിൻറ്റിങ്ങും ഇത്തിരി താമസമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിറ്റിങ്സ് കുറച്ചുകൂടെ നമുക്ക് താമസമാവുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സാധനം കിട്ടാനും അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഇത്തിരി കാലതാമസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടികൾ പക്ക ഡിലേ ആകുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വണ്ടികളാണെങ്കിലും ശരി, ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന വണ്ടികളാണെങ്കിലും ശരി, ഏകദേശം നമ്മൾ പറഞ്ഞ സമയത്തിന് ഇവിടെ കുറച്ചുകൂടെ ഡിലേ എന്തായാലും വരും, ഉറപ്പായും വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടി എടുക്കുന്നത് തന്നെ ഇപ്പോൾ ഏപ്രിൽ മെയ് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വണ്ടികൾ എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ഏപ്രിൽ മെയ് എന്നുള്ള ആ മാസങ്ങളിൽ കംപ്ലീറ്റ് വണ്ടി നമുക്ക് റിലീസാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്തൊരു വണ്ടി നമുക്ക് കയറ്റി സമാധാനത്തോടു കൂടി പണിയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട വണ്ടികളെല്ലാം സമയമായതുകൊണ്ട് കസ്റ്റമർ എല്ലാവരും വിളിച്ച് നല്ല എന്താ പറയുക പറയിടാവുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അടുത്ത വണ്ടികൾക്കുള്ള വിളികളും ഒരുപാടെണ്ണം വരുന്നുണ്ട് കയറ്റാനായിട്ട്, വണ്ടി കയറ്റാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഏപ്രിൽ മെയ് വരെ നമ്മൾ വണ്ടികൾ എടുക്കുന്നില്ല. വണ്ടികൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഇനി അടുത്തൊരു വണ്ടി നമ്മൾ എടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചുമ്മാ പ്രഷർ കയറ്റിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് കോളുകളും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു നേരത്തെ നല്ലൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, വിളിച്ചാൽ കിട്ടുന്നില്ല, കോള് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 2 നമ്പറും, ഈ 2 നമ്പറാണ് കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും ഉള്ളത്. ആ 2 നമ്പർ ഞാൻ 2 സ്റ്റാഫിൻ്റെ ഫോണിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുടെ കോള്, അതുപോലെ തന്നെ പുറമേ ഉള്ള എൻക്വയറിക്ക് വരുന്ന കോളുകൾ, പിന്നെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന കോളുകൾ, എല്ലാ കോളും കൂടെ ആകുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടികൾ പണിയാൻ എനിക്ക് ഇനിയും ഇരിക്കണം. അത് അങ്ങനൊരു ചിന്താഗതി മാത്രമാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നും വിചാരിക്കേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ പ്രഷറാവുന്നുണ്ട്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാലത്ത് വർക്കിന് വരികയാണെന്നുണ്ടെങ്കിൽ ആ എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നല്ലവണ്ണം. അതുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കണം വണ്ടി ഇത്രയും ദൂരത്ത് നിന്ന് ലോങ് ഒന്ന് കൊണ്ട് വിട്ടിട്ട് ഞാൻ സംസാരിക്കുന്നില്ലല്ലോ, ഞാൻ ഇതാക്കുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഇനി അത്യാവശ്യ ഘട്ടത്തിൽ എന്നെ ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ കമ്പൽസറി നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചാൽ എന്തായാലും അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിൽ നമ്മൾ നൈറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ റിപ്ലൈ തന്നിട്ട് ഞാൻ കിടക്കാം. വാട്സപ്പ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ കിടക്കുള്ളൂ. 1-2 കാര്യങ്ങൾ മാത്രം. ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും മെസ്സേജ് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ഇതാക്കുക. നിങ്ങളുടെ വണ്ടികളെല്ലാം കിടക്കുന്നത് എവിടേക്ക് ഇത്ര വണ്ടികൾ കിടക്കുന്നുണ്ട്, എല്ലാം പണം നടക്കുന്നുണ്ട്. ഓരോരോ പാർട്സുകൾ ഓർഡർ ചെയ്യുന്നുണ്ട്. ഈ ഒരു 10-20 വണ്ടി നമ്മൾ ഒരാളുടെ മൈൻഡിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് എന്ത് പാർട്സ് വേണം, അതിലേക്ക് എന്താ സാധനം ഇല്ലാത്ത എല്ലാം നമ്മുടെ മൈൻഡിൽ തന്നെ കടന്നോടണം. അതിൻ്റെ കൂടെ നമുക്ക് ഈ കോൾ അറ്റൻഡ് ചെയ്യൽ, കോൾ സംസാരിക്കൽ, ഡൗട്ടുകൾ ക്ലിയർ ആക്കൽ എല്ലാം കൂടെ എനിക്ക് നടക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ എടുത്ത വണ്ടികൾ കംപ്ലീറ്റും റിലീസ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ട് പിന്നെ ബാക്കിയുള്ള നമുക്ക് നേരത്തെ പോലെ നോർമലായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. കാരണം വെച്ചാൽ അപ്പം നമുക്കൊരു വീക്കിൽ 2 വീക്കിൽ ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് യാതൊരു വണ്ടിയും ഞാൻ ഇപ്പോൾ ലോങ്ങിൽ നിന്ന് വരുന്ന വണ്ടികൾ എടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ട്, ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ 8 മാസം വർക്ക്ഷോപ്പിൽ നിർത്തിയാലും കുഴപ്പമില്ല എന്ന് ധാരണയുള്ള ആൾക്കാർ മാത്രം വണ്ടി കൊണ്ടുവന്ന് ഇടാം. ഇവിടെ സേഫ് തന്നെയാണ്, വണ്ടി ഇവിടെ സേഫായി കിടക്കും. സമയം അനുസരിച്ച് നമ്മൾ ഗ്യാപ്പ് അനുസരിച്ച് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏപ്രിൽ മെയ്ന് ശേഷം ഇനിയിപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. എന്നാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അല്ലാതെ നമ്മൾ എനിക്കിപ്പോൾ വർക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്ത വിഷമമുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും വർക്കാണ് വേണ്ടത്. അത് പക്ഷേ നമ്മുടെ പരിധിയിൽ നിന്ന് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനൊരു കാര്യം പറയുന്നത്. വർക്ക് ചെയ്യണമെന്നുള്ളവർ ഹോൾഡ് ചെയ്യുക. ഒരു ഏപ്രിൽ മെയ്ന് ശേഷം മാത്രം എടുക്കാം. ബാക്കിയുള്ള വർക്കുകളെല്ലാം ഇവിടെ ഒരുപാട് വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. 2 മാസം 2.5 മാസമൊക്കെ ഇരുന്നിട്ട് നമുക്ക് മെക്കാനിക്കൽ വർക്ക് മാത്രം ഫിനിഷ് ചെയ്ത് ബാക്കിയുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെല്ലാം എനിക്ക് ക്ലിയർ ചെയ്യണം. എല്ലാ കസ്റ്റമറുടെയും എന്താ പറയുക വണ്ടികൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള വർക്കുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാവരുടെ വണ്ടി
ഇപ്പോൾ ഇവിടെയുള്ള വണ്ടികളെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വർക്കടക്കം എടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ആരും ഇനിയിപ്പോൾ ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ വാക്കുകൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചിലവർ ഏപ്രിൽ ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലവർ മെയ്യിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡിനകത്തുണ്ട്. അതെല്ലാം ഞാൻ നോക്കി സ്പീഡപ്പ് ആക്കിയിട്ട് ക്ലിയർ ചെയ്ത് തരാം. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നാലും ചില സമയങ്ങളിൽ ചിലപ്പോൾ വണ്ടി അത് തൊടാതെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള വണ്ടികൾ ഏപ്രിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റുള്ള വണ്ടികൾ എടുത്ത് ചെയ്യുന്നത് അവരുടെ ആ ടെസ്റ്റ് കഴിയട്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ആരുടെയും ഡിലേ ആക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും വൈകി. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെയുള്ള വർക്ക്ഷോപ്പിലെ വണ്ടികൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൊരു വണ്ടി നമ്മൾ തൊടുന്നുള്ളൂ. ലോക്കൽ നമ്മുടെ നാട്ടിലെ വണ്ടികൾ മാത്രം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതുമാത്രം ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു രീതിക്ക് നിൽക്കും. ഇപ്പോൾ ഇതൊക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാൽ കൂടെ വന്ന വണ്ടിയാണ്. ഏകദേശം 7.5 മാസത്തോളമായി ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ. അതും കൂടുതൽ അക്സസറീസ് ഒന്നുമില്ല, എല്ലാം ഓരോരോ ബുദ്ധിമുട്ടുകൾ കാരണം തന്നെയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാൻ പവർ ഇല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇപ്പോൾ എല്ലാം ആക്കിയിട്ടുണ്ട്. ഓരോ വണ്ടികൾ ഇങ്ങനെ ഇപ്പോൾ സ്പീഡായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത്രയും ക്ഷമിച്ചത് പോലെ തന്നെ കുറച്ച് ദിവസം കൂടെ ഒന്ന് ക്ഷമയോടെ ഇരിക്കുക. പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. 2 കോള് 2 ഫോണിലേക്ക് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പണായിട്ട് കാര്യം എൻ്റെ കയ്യിൽ ഇപ്പോൾ പേഴ്സണലായിട്ട് നമ്പർ ഇല്ല. എൻ്റെ ഫാമിലി വിളിക്കുകയാണെങ്കിൽ പോലും അവരാണ്, സ്റ്റാഫാണ് അറ്റൻഡ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു കോളും ഞാനിപ്പോൾ സംസാരിക്കുന്നത് വെച്ചാൽ വർക്കിന് മാത്രം ഫോക്കസ് ചെയ്ത് ഉള്ള വണ്ടികൾ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് തീർക്കാൻ പറ്റുക എന്നുള്ള രീതിക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. നിങ്ങളുടെ വണ്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. ഒന്നുകൊണ്ടും തെറ്റായി ധരിക്കരുത്. ഓപ്പണായിട്ട് ഞാൻ മനസ്സ് തുറന്ന കാര്യം പറയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. പെട്ടെന്ന് വണ്ടി വിട്ടതിന് ശേഷം ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ആക്സസറീസായിട്ട് അധികം ഒന്നും ലൈറ്റ്നിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ടെസ്റ്റിന് പോകുന്ന വണ്ടിയാണ്. സ്കേർട്ട് വയ്ക്കുന്നതുകൊണ്ട് ടെസ്റ്റിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ടെസ്റ്റ് കിട്ടും. പിന്നെ ലൈറ്റ് നമ്മൾ ഫ്രണ്ടിൽ ഗ്രിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഉള്ളിലൊരു DRL പോലെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലൈറ്റ് ഭയങ്കര താല്പര്യമാണ്. ഏത് വണ്ടി വന്നാലും നമുക്ക് ആദ്യം പറയുന്നത് ഹെഡ് ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗ്രിൽ ലൈറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ്. ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരും. അത് നല്ലൊരു ഇപ്പോൾ ന്യൂ മോഡൽ വണ്ടികളിലൊക്കെ വരുന്നത് പോലെ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. അത് കറക്റ്റ് നമുക്ക് ഈ കോർണറിലേക്ക് കൊടുക്കാൻ പറ്റും. ഇൻഡിക്കേറ്റർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും. നല്ലൊരു രസമാണ് അത് കാണാനായിട്ട്. മനസ്സിലായില്ല. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ലുമാക്സിൻ്റെ ഹെഡ് ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാ ലൈറ്റുകളും കസ്റ്റമർ കൊണ്ടുവന്നാണ്. ജെന്യൂൺ അല്ല, ഒറിജിനൽ അല്ല, നോർമൽ ലൈറ്റുകളാണ്. എല്ലാം കസ്റ്റമർ കൊണ്ടുവന്നാണ്. അതുപോലെ ടൊയോട്ടയുടെ എംബ്ലം കസ്റ്റമർ കൊണ്ടുവന്നാണ്. ഏകദേശം പാർട്സുകളെല്ലാം കസ്റ്റമർ സപ്ലൈ ചെയ്താണ്. നമ്മൾ ബൊലീറോയുടെ മിറർ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ലൈറ്റുകളെല്ലാം നോർമൽ ലൈറ്റാണ്. അതുകൊണ്ട് അതിൻ്റേതായുള്ളൊരു ക്വാളിറ്റി അതിൻ്റേതായൊരു ഫിറ്റിങ്സിലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ടെസ്റ്റിനായതുകൊണ്ട് അലവിലോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് കസ്റ്റമർ തന്നെ നേരിട്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നോവയുടെ സ്കേർട്ട് ബീഡിംഗ് ആണ് ഈ വീലാർച്ചുകളിൽ കംപ്ലീറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൺവൈസർ കാര്യങ്ങളെല്ലാം കസ്റ്റമർ തന്നെയാണ്. ഇൻറ്റീരിയറിൽ നമ്മൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. സീറ്റിലോ കാര്യത്തിലോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇന്നോവയുടെ സെൻട്രൽ കൺസോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ആ സീറ്റിൻ്റെ റെക്സൻ ഏതാണോ അപ്പോൾ ആ ഗിയർ ലിവറിൻ്റെ നോബും ആ ഗിയർ ലിവറിൻ്റെ ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെയും ആ ഒരു റെക്സൻ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. അപ്പോൾ അത് ക്ലിയർ. അതുകൊണ്ടാണ് ആ കാര്യം നമ്മൾ ചെയ്യാത്തത്. പിന്നെ ഡാഷ് ബോർഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് ബ്ലാക്ക് ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റൂഫ് ഹാൻഡിൽ നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ സ്വിഫ്റ്റിൻ്റെ റൂഫ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. അത് പക്ക നീറ്റാണ്. ഫിറ്റിങ്സും കറക്റ്റ് തന്നെയാണ്. ചെറിയൊരു ഹോൾ വ്യത്യാസമുണ്ട്, അതൊന്ന് ഓൾട്ടർ ചെയ്താൽ മതി. നമുക്ക് ഹോൾഡിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായി വരുന്നതുകൊണ്ട് ഒരു പ്രീമിയം ലുക്ക് തന്നെ അതിനകത്ത് നമുക്ക് വരും. സ്വിഫ്റ്റിൻ്റെ ഹാൻഡിൽ വെച്ചാൽ കറക്റ്റ് തന്നെയാണ്. വേറെ ഏതും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഓട്ടോ ഹോൾഡിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിച്ചു വിട്ടാൽ താനും ഓട്ടോമാറ്റിക്കലി തന്നെ അത് ഇതായിരിക്കും. പിന്നെ സെറ്റ് കാര്യങ്ങൾ സ്പീക്കേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കസ്റ്റമർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആൾ പുറത്താണുള്ളത്. അപ്പോൾ ആളവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ചെയ്യാമെന്നുള്ള ധാരണയിലാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും തന്നെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. എല്ലാത്തിനും വയറിങ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്പീക്കേഴ്സിൻ്റെ ആയാലും പാംപ്ലേറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വയറിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും തന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ കസ്റ്റമർ ഡയറക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടൈലൈറ്റും അതുപോലെ തന്നെ ഡിക്കി റിഫ്ലക്ടർ എല്ലാം കസ്റ്റമർ കൊണ്ടുവന്ന് തന്നെയാണ്. ഒറിജിനൽ അല്ല, നോർമലാണ്. അതുപോലെ ബമ്പറിലേക്ക് വരുന്ന കോർണറിലേക്ക് വരുന്ന ഇൻഡിക്കേറ്ററും കസ്റ്റമർ തന്നെ സപ്ലൈ ആണ്. അതിൽ പാർക്ക്, ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ബ്രേക്ക് എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതും കസ്റ്റമർ തന്നെ ചെയ്തതാണ്. പിന്നെ എംബ്ലം കിറ്റൊക്കെ നമ്മൾ തന്നെ മാറ്റിയതാണ്.
ഇനിയിപ്പോൾ ഒന്നുകൂടെ വാക്സ് ഇട്ടിട്ട് തുടയ്ക്കാനുണ്ട്. അപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് വാക്സ് ഇട്ടിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊടിയും മഴുക്കും കൂടെ ഒന്നുകൂടെ പോയി ഒന്ന് വൃത്തിയായിരിക്കും കാണാനായിട്ട്. പിന്നെ അടിയിൽ നമ്മൾ മഡ് ഫ്ലാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്റ്റീലിൻ്റെ ഒരു കവറിങ്ങും കൊടുത്തിരിക്കുന്നുണ്ട്, കണ്ടല്ലേ. ഇനിയിപ്പോൾ അലോയ് വീലും കൂടെ കയറ്റുമ്പോൾ വണ്ടി കുറച്ചുകൂടെ ഉഷാറാവും. പിന്നെ അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കോട്ട് പോളിഷ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ വണ്ടി പക്ക ക്ലിയർ ആവും. ഇത്രേ ഉള്ളൂ. വലിയ മേജർ വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, സീറ്റിൻ്റെ വർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മെയിനായിട്ട് ടിങ്കറിങ്ങും പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ചെറിയ ആക്സസറീസ് വർക്കും മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് KL16-ൻ്റെ വിശേഷം. മുജീബുക്കാണ്. മുജീബുക്ക ദുബായിലാണ്. ആളും സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർക്കിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആൾ നല്ലോണം ക്ഷമയോടുകൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് എന്താണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ മതിയുള്ള രീതിക്ക് ക്ഷമയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.